കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്ത് ഇഡി. തട്ടിപ്പിനെക്കുറിച്ച് രാധാകൃഷ്ണൻ അറിവുണ്ടായിരുന്നുവെന്ന നിഗമനമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കേസിലെ അന്തിമ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ നേരത്തെ പ്രതികരിച്ചു. എന്താ ചോദ്യം വരുന്നതെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാൽ എനിക്കറിയുന്ന കാര്യങ്ങൾ പറയും. ചോദിക്കട്ടെ, അപ്പം പറയാം. അപ്പം നിങ്ങൾ ആദ്യം അഡ്വാൻസ് ആയിട്ട് പറയണ്ട. എല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. ആവശ്യപ്പെടുന്നതിന് മുന്നേ ഹാജരാക്കി. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ചോദിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ രേഖകളും ഹാജരാക്കി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇഡിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ? സ്മൃതി, ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് കരുവന്നൂർ കേസിൽ കെ രാധാകൃഷ്ണൻ MP EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരായത്. അതിനുശേഷം ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും നേരത്തെ കെ രാധാകൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം EDയുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരുന്നതാണ്. അതിൽ പ്രധാനമായും കെ രാധാകൃഷ്ണനോട് സ്വത്ത് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും ഒക്കെ തന്നെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാം തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ഹാജരാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് നോട്ടീസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. അത് പ്രകാരമാണ് ഇന്ന് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പരിശോധിക്കുന്നത് 2011 മുതൽ 2021 വരെയുള്ള കാലത്താണ് ഈ കരുവന്നൂർ ബാങ്കിൽ ബിനാമി വായ്പകളിലൂടെയുള്ള തട്ടിപ്പ് നടക്കുന്നത്. അങ്ങനെ തട്ടിയെടുക്കുന്നു, പണം പ്രതികൾ തട്ടിയെടുക്കുന്നു. അതിൻ്റെ കമ്മീഷൻ ഈ നേതാക്കളുടെ അറിവോട് കൂടി തന്നെ ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, CPMന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നിരുന്നു എന്നുള്ള ഘട്ടത്തിലേക്കാണ് ED എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPMനെ പ്രതി ചേർത്തുകയും CPMന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയെല്ലാം ചെയ്തിരുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും അപ്പോൾ ആ കാലത്ത്, അതായത് 2011 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ആരൊക്കെയാണ് ജില്ലാ സെക്രട്ടറിമാരായിരുന്നെന്നുള്ളതും ED പരിശോധിച്ചത്. അപ്പോൾ അതിൽ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്നത് കെ രാധാകൃഷ്ണനാണ്. കെ രാധാകൃഷ്ണന്റെ അറിവോട് കൂടിയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ED എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ കരുവന്നൂർ ബാങ്കിൽ തന്നെ CPMന്റെ പേരിൽ രഹസ്യ അക്കൗണ്ടുകൾ തുറക്കുന്നു. അങ്ങനെ തുറന്ന ശേഷം ഈ പണം അവിടേക്ക് നിക്ഷേപിച്ചു എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കൂടി ED എത്തിയിരിക്കും. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് കെ രാധാകൃഷ്ണൻ MPയോട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹാജരായത്. അത് നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നാണ്